നീണ്ട 9 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എന്ന ചെറുപ്പക്കാരൻ സഞ്ചരിച്ച ലോറി ഇന്നലെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോറി കണ്ടുപിടിച്ചെങ്കിൽ തന്നെ ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള കാറ്റും മഴയുമുള്ള പ്രതികൂല സാഹചര്യത്തിൽ പുഴയിൽ നല്ല രീതിയിൽ കുത്തൊഴുക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സിന് ആ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അർജുൻ അവിടെ സുരക്ഷിതനാണോ അല്ലെങ്കിൽ അർജുൻ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്നലത്തെ പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളൊന്നും ഇന്ന് ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വളരെ നല്ല രീതിയിൽ കാലാവസ്ഥ മുന്നോട്ട് പോവുകയും ആ ഒരു പുഴക്കടിയിൽ ഒട്ടും കുത്തൊഴുക്ക് കൂടി ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സ്കൂബ ഡൈവേഴ്സിന് അർജുൻ അരികിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അർജുന്റെ ശരീരത്തിൽ സ്പർശിക്കാനും അർജുൻ അവിടെ സുരക്ഷിതനാണോ അല്ലെങ്കിൽ അർജുന്റെ അവസ്ഥ എന്താണ്, ആ ഒരു ലോറി അർജുൻ ഓടിച്ചിരുന്ന ലോറി തന്നെയാണോ എന്നൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ഇന്ന് നമ്മുടെ നാവികസേനയുടെ അതിപ്രഗത്ഭരായിട്ടുള്ള സ്കൂബ ഡൈവേഴ്സിന് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഇന്ന് നടക്കാൻ പോകുന്ന തിരച്ചിലിൽ ഏറ്റവും കൂടുതൽ അനുകൂലിച്ച് നിൽക്കേണ്ടത് നമ്മളുടെ പ്രകൃതി തന്നെയാണ്. ശക്തമായുള്ള കാറ്റും മഴയും കൊണ്ടാണ് ഇന്നലത്തെ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അർജുൻ എന്ന ആ ഒരു മനുഷ്യന് വേണ്ടി കേരളം കാത്തിരുന്നത് ചെറിയ കാത്തിരിപ്പൊന്നും ആയിരുന്നില്ല. നീണ്ട 10 ദിവസങ്ങൾ. ഇന്ന് 10ാം ഉദയം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അർജുനിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ചെറിയൊരു പ്രതീക്ഷ ഇപ്പോഴും സർക്കാരിനും അതുപോലെ തന്നെ തിരച്ചിലിനിറങ്ങുന്ന വ്യക്തികൾക്കും അർജുനെ ഇഷ്ടപ്പെടുന്നവർക്കും ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രതീക്ഷ നമുക്ക് അർജുനിലേക്ക് വെക്കാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാടധികം മാജിക്കുകൾ സംഭവിക്കാറുണ്ടെന്ന് നമ്മൾ പല സാഹചര്യങ്ങളിലും പറയാറുണ്ട്. അതുപോലെ അർജുനെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ ഈ നാളെ തെരച്ചിലിനിറങ്ങുന്ന നാവികസേനയ്ക്കും സർക്കാരിനും ഒരു ശുഭപ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അർജുന്റെ കാര്യത്തിൽ ആ ഒരു മാജിക്ക് സംഭവിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തോടു കൂടി നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതായിരിക്കും. അർജുൻ അരികിലേക്ക് എത്തിച്ചേരാനായിട്ട് നാവികസേനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രകൃതി അനുകൂലിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കാനായിട്ടും അർജുനെ കണ്ടുപിടിക്കാനായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ നാവികസേനയിലെ സ്കൂബ ഡൈവേഴ്സിന് സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. നീണ്ട 10 ദിവസങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും അർജുന് വേണ്ടി പ്രാർത്ഥിച്ചവരിൽ ഭൂരിഭാഗം പേരും അർജുനെ നേരത്തെ അറിയുന്നവരോ അല്ലെങ്കിൽ അർജുന്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരുമായിരുന്നില്ല. അർജുൻ എന്ന ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അർജുൻ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാടധികം മലയാളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രാർത്ഥനയും സ്നേഹവും എല്ലാനും നല്ല രീതിയിൽ കൂട്ടുനിൽക്കുകയാണെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ഒരു വലിയ മാജിക്ക് അർജുന്റെ ജീവിതത്തിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു മിറാക്കിളിന് സാക്ഷിയാകാനായിട്ട് നമ്മളുടെ കേരളത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റുള്ള അപ്ഡേറ്റുമായിട്ട് കാണാം. താങ്ക് യു.